കോൺഗ്രസ് കൗൺസിലർമാരും സ്വതന്ത്ര കൂട്ടായ്മയുമായുള്ള തർക്കം പരിഹരിക്കാനുള്ള സമവായ നീക്കങ്ങൾ UDF നേതൃത്വം ആരംഭിച്ചു. ഇരുവിഭാഗങ്ങളും തമ്മിൽ ധാരണയിലെത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനിടെ ദേശീയ നേതൃത്വത്തിനടക്കം പരാതി നൽകാനാണ് കോൺഗ്രസ് കൗൺസിലർമാരുടെ നീക്കം. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ ഭരണത്തിന് പുറത്തു നിർത്തി വലിയ രാഷ്ട്രീയ വിജയം നേടിയതാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ അത് വലിയ നാണക്കേടുണ്ടാക്കുന്നതാണ്. മോഷണ പരാതി വരെ ഉയരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഒരു സമവായം സാധ്യമാകുമോ സജോ ദേവസ്യ? റിജിത്ത്, ഇതുവരെ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് UDF നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. കോൺഗ്രസ് കൗൺസിലർമാർ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. അവർ പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ, കോൺഗ്രസ് പാർട്ടിയുടെ ആത്മാഭിമാനം സംരക്ഷിക്കുകയാണ് വേണ്ടത്. പ്രതിപക്ഷത്തിരിക്കാൻ പോലും തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ പോലും കുഴപ്പമില്ല. അത് ജനങ്ങളുടെ മുൻപിൽ കാര്യങ്ങൾ വിശദീകരിച്ച് അടുത്ത തവണ UDF അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്ന നിലപാട് അവർ സ്വീകരിക്കുകയാണ്. അവിടെയാണ് UDF നേതൃത്വം കുഴങ്ങുന്നത്. കോൺഗ്രസ് കൗൺസിലർമാർ പറയുന്നത് ഇതിൽ സ്വതന്ത്ര കൂട്ടായ്മ അഥവാ പുളിക്കക്കണ്ടം കുടുംബത്തിലെ കൗൺസിലർമാരുടെ ഏകാധിപത്യമാണ് നടക്കുന്നത്. കോൺഗ്രസിന് പരിഗണന ലഭ്യമാകുന്നില്ല. പരാതികൾ, അതായത് മോഷണ പരാതി വരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും വിധം പരസ്പരം പരാതി നൽകുന്ന സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ വല്ലാത്തൊരു തമ്മിലടിയിലേക്ക് പോകുന്നു. അസാധാരണമായ പ്രതിസന്ധി അവിടെ രൂപപ്പെടുന്നു. ഭരണസ്തംഭനം ഉണ്ടാകുന്നു. ഈ നിലയിലാണ് കാര്യങ്ങൾ. ഇങ്ങനെ പോയാൽ കൂടുതൽ വഷളാകും, അത് തിരിച്ചടി ഉണ്ടാക്കും എന്ന വിലയിരുത്തലടക്കമുണ്ട്. അവിടെ MLAയും MPയും കോൺഗ്രസിന്റെ നേതാക്കളും ഒക്കെ ചേർന്ന് ഒരു സമവായ ഫോർമുലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക. കാരണം സ്വതന്ത്ര കൂട്ടായ്മയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചാൽ അതിനർത്ഥം ഭരണം താഴെ വീഴുക എന്നതാണ്. നിലവിലവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കേരള കോൺഗ്രസ് M ആണ്. അവർക്ക് 10 സീറ്റുണ്ട്. CPM സ്വതന്ത്രർ 2 പേരുണ്ട്. അങ്ങനെ 12 പേരുണ്ട്. അപ്പോൾ ചെറിയ ഒരു മാറ്റം പോലും അവിടെ ഭരണം LDFിലേക്ക്, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കും എന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കണമോ എന്ന ആശങ്കയാണുള്ളത്. സമവായ നീക്കങ്ങൾ ഏതായാലും തീവ്രമായി തുടരുകയാണ്. ശരി, ഭരണം പോയാലും കുഴപ്പമില്ല, അഭിമാനത്തോടുകൂടി പ്രതിപക്ഷത്തിരിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് കൗൺസിലർമാരുടെ നിലപാട്. അവർ ഉറച്ച നിലപാടിൽ തന്നെയാണുള്ളത്.